الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് എണ്ണിയാൽ കണക്കാകാത്തതാണ്. എത്ര സുജൂദ് ചെയ്താലും അത് തീരൂല. എന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ ശുക്റിൻ്റെ സുജൂദുണ്ട്. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ല പറയുന്നു, ശുക്റിൻ്റെ സുജൂദ് ഒരു റക്അത്തിൻ്റെ താഴെ ചെയ്യൽ പുണ്യം അല്ല എന്നാണ്. വഖാല മുഹമ്മദ് അബി യൂസുഫ് റഹിമഹുല്ല പറഞ്ഞു, ഹിയ ഖുർബത്തുൻ, അത് പുണ്യമാണ്, യുസാബു അലൈഹ, അതിന് കൂലി കിട്ടും എന്ന് പറഞ്ഞു. ശുക്റിൻ്റെ സുജൂദിന് കൂലി കിട്ടും. അതാണിപ്പം ഹനഫി മദ്ഹബിലെ ഫത്വ. മിസ്ര സജ്ജദ തിലാവത്തിൻ്റെ സുജൂദ് പോലെ. ഫായിദത്തും മുഹിമ്മത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രധാന വിഷയമാണ്. എന്താ അറിയോ? ലിദഫ്ഇ കുല്ലി മുഹിമ്മത്തിൻ, എല്ലാ വിഷമങ്ങളും അകറ്റാൻ, എല്ലാ പ്രയാസങ്ങളും അകറ്റാൻ വേണ്ടി ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഖാലൽ ഇമാം അൻ-നസഫി റഹ്മഹുല്ല, ഇമാം നസഫി പറഞ്ഞു, മുഫസ്സിറാണ്, അഖീദൻ്റെ ഇമാമാണ്, മാതുരീദി പണ്ഡിതനാണ്. അതിൽ കാഫി എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, വാഫി എന്ന് പറയുന്ന കിതാബിൻ്റെ ഷർഹാണത്. മൻ ഖറ ആയ സജിദത്തി കുല്ലഹ, ആയത്തിൻ്റെ ബഹുവചനാണ് ആയി. സജിദയുടെ മുഴുവൻ ആയത്തുകളും ഒരാൾ പാരായണം ചെയ്തു. ഫി മജ്ലിസിൻ വാഹിദിൻ, ഒരു മജ്ലിസിൽ, ഒറ്റ മജ്ലിസിൽ. വ സജദലി കുല്ലിൻ, ഓരോ ആയത്തിനു വേണ്ടി സുജൂദും ചെയ്താൽ കഫാഹുല്ലാഹു മാ ഹമ്മഹു, അവൻ്റെ പ്രയാസം അല്ലാഹു തആല നീക്കി കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ ആ ആയത്തുകൾ ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ, നിങ്ങളങ്ങനെ അമല് ചെയ്യാറുണ്ടോ? ഇപ്പം പിന്നെ അത്ര ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട്, ഇതേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചെയ്യണ്ടേ. ഒന്നിച്ചങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യാണല്ലോ. 14 ആയത്തുകളാണ് ഉണ്ടാവുക. ഓക്കെ. ബാബുൽ ജുമുഅത്തി, ഇത് ജുമുഅൻ്റെ പാഠമാണ്. ഇജ്തിമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, അതിൽ നിന്നുള്ളതാണ് ജുമുഅ. പല കാരണങ്ങളുണ്ട് ആളുകൾ ഒരുമിച്ച് കൂടുക എന്ന് തന്നെ അതിന് ലാഹിറായ മാനം. വേറെ ചില ആൾക്കാർ പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാം അള്ളാഹു സൃഷ്ടിച്ചത് അന്നാണ് എന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് വെള്ളിയാഴ്ചയാണ് സൃഷ്ടിച്ചത്. ജംഅ് ചെയ്തത് മണ്ണും അവിടുത്തെ ഇവിടുത്തെയൊക്കെ മണ്ണൊക്കെ പാടെ കൂട്ടിയിട്ട് ജംഅ് ചെയ്തില്ലേ, സൃഷ്ടിച്ചില്ലേ. വേറെ അഭിപ്രായമുണ്ട്, ആദം നബി ഹവ്വാബിയുടെ ഒരുമിച്ച ദിവസം അതാണ് ഭൂമിയിൽ. ഏതായാലും അന്ന് തന്നെയാണ് ഖിയാമത്ത് നാളും വെള്ളിയാഴ്ച ആളുകൾ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അത് സത്യവിശ്വാസികളുടെ പെരുന്നാളാണ്, ഈദുൽ മുഅ്മിനീൻ. കാരണം ഒരുപാട് ഖൈർ അന്ന് കിട്ടും. അന്ന് ഖബർ സിയാറത്തുണ്ട്, റൂഹുകൾ ഒരുമിച്ച് കൂടും, മയ്യത്തിന് ഖബറിൻ്റെ അദാബിനെ തൊട്ട് സംരക്ഷണം ഉണ്ടാകും. വെള്ളിയാഴ്ച പകലോ രാത്രിയോ ഒക്കെ മരിച്ചാൽ അവന് കാവലുണ്ടാകും. സ്വർഗ്ഗക്കാർ അള്ളാനെ കാണാൻ പോകുന്ന ദിവസമാണ്. അന്ന് അൽക്കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്, വലിയ പുണ്യമുള്ള കാര്യമാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമ ദിവസം വെള്ളിയാഴ്ചയാണ്. അന്നാണ് ആദം നബിനെ സൃഷ്ടിച്ചപ്പെട്ടത്. ആദം നബി അന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അന്നാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബ സ്വീകരിച്ചത്. അന്നാണ് ആദം നബി അലൈഹി സ്വലാം മരണപ്പെട്ടത്. അന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച എല്ലാ ജീവികളും ഖിയാമത്ത് നാൾ ഉണ്ടോ എന്ന് പേടിക്കുന്ന, മനുഷ്യന്മാരും ജിന്നുകളും ഒഴികെ. ഏതായാലും അന്നൊരു സമയമുണ്ട്, ആ സമയത്ത് അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല ദുആക്ക് എന്താവും, ഉത്തരം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രത്യേകതകളുമുണ്ട്. ആവട്ടെ, നമുക്ക് പോകാം, മുന്നോട്ട് പോകാം. സലാത്തുൽ ജുമുഅത്തി ഫർളു ഐനിൻ, ഫർള് ജുമുഅ നിസ്കാരം എന്നുള്ളത് ഓരോ വ്യക്തികൾക്കുമുള്ള നിർബന്ധമായ കാര്യമാണ്. നിഷേധിച്ചാൽ കാഫറാകും.
അലാ മനിജ്തമാ ഫീഹി സബഅത്തു ശറായിത്ത, 7 നിബന്ധനകളൊത്ത വ്യക്തിക്ക്. ഒന്ന് പുരുഷൻ, സ്ത്രീകൾക്ക് നിർബന്ധം ഇല്ല, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. വൽ ഹുർരിയത്തു, സ്വതന്ത്രത. വൽ ഇഖാമത്തു, യാത്രക്കാരല്ലാത്ത നാട്ടിലുള്ള ആളുകൾ. വൽ ഇഖാമത്തു, നാട്ടിലുള്ള ആളുകൾ, യാത്രക്കാർക്കില്ല. വൽ ഇഖാമത്തു ബി മിസ്ർ, മിസ്റിൽ ഉള്ള ആൾ, പട്ടണത്തിൽ, ഗ്രാമത്തിലുള്ളവർക്കില്ല, പട്ടണത്തിലുള്ളവർക്കേ ഉള്ളൂ കേട്ടോ. ഒരു പട്ടണമാവണം. അല്ലെങ്കിൽ ഔ ഫീമാ ഹുവ ദാഖിലും ഫി ഹദ്ദിൽ ഇഖാമത്തി ബിഹ, ഒരു പട്ടണത്തിൽ താമസിക്കുന്നതിൻ്റെ പരിധിയിൽ അകത്ത് താമസിക്കുന്ന ആളായാലും മതി, പട്ടണം തന്നെ ആവണമെന്നില്ല. ഔ ഫീമ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്നയാൾ, ഹുവ അയാൾ, ആ സ്ഥലം, ദാഖിലുൻ ഉൾപ്പെടുന്നതാണ്, ഫി ഹദ്ദിൽ ഇഖാമത്തി ബിഹ, പട്ടണത്തിൽ താമസിക്കുക എന്നതിൻ്റെ പരിധിയിൽ. അതായത് ഫിലസഹി, അതായത് പട്ടണത്തിൻ്റെ പരിസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ പട്ടണങ്ങളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത സ്ഥലങ്ങളെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പട്ടണത്തിൻ്റെ പരിസരങ്ങളിലുള്ള സ്ഥലം എന്നർത്ഥം. ഓക്കെ, പിന്നെ വസിഹത്തു, ആരോഗ്യവും വേണം. രോഗിക്ക് നിർബന്ധമില്ല, ഒറ്റ വയസ്സന്മാരായ ആൾക്കാർക്കും നിർബന്ധമില്ല. വൽ അമ്നു മിൻ ളാലിമീൻ, അക്രമിയിൽ നിന്നുള്ള നിർഭയത്വം വേണം. ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണ്ട, ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്താക്കണ്ട, ജുമാക്ക് വന്നാട് കുടുങ്ങണ്ട. അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പേടിയാണെങ്കിൽ. വസ്സലാമത്തുൽ ഐനൈനി, കണ്ണിന് കാഴ്ച വേണം. കണ്ണിന് കാഴ്ച ഇല്ലാത്താക്ക് ജുമാ നിർബന്ധമില്ല, ഷാഫി മദ്ഹബിലുണ്ട്. വസലാമത്തു രിജ്ലൈനി, കാലിനും കുഴപ്പമുണ്ടാകാതിരിക്കുക. അപ്പോൾ കുഴഞ്ഞു പോയ ആൾ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. ഇനി ഭയങ്കര മഴയൊക്കെ അതിൽ പെട്ടത് തന്നെയാണ്. ഇസ്തറത്തുൽ സിഹത്തിഹ സിത്തത്തി, നിസ്കാരം, ജുമാ നിസ്കാരം സ്വഹിയാകാൻ 6 ഷർത്തുകളുണ്ട്. ഒന്ന് അൽ മിസ്ർ, പട്ടണമായിരിക്കുക. ഔ ഫിനാഹു, അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശമായിരിക്കുക. ഒക്കെ പട്ടണത്തിൻ്റെ ഭാഗമാണ്. പട്ടണം എന്ന് പറഞ്ഞാൽ പട്ടണത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിനാണ് ഫിനാഹ്, മിറ്റം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ അർത്ഥത്തിനാണ്. പിന്നെ വസുൽത്താനു, ഭരണാധികാരി ഉണ്ടായിരിക്കണം. ഔ നായിബുഹു, അല്ലെങ്കിൽ അയാളുടെ പകരക്കാരൻ, ജുമാ നിർവഹിക്കാൻ ഇമാമായിട്ട്. വഖ്തു ളുഹ്രി, ളുഹറിൻ്റെ സമയം. ഫലാ തസിഹു ഖബ്ല, അപ്പം അതിന് മുമ്പ് സഹിയാവില്ല. തബ്തുലു ബി ഖുറൂജി, ളുഹറിൻ്റെ സമയം കഴിഞ്ഞാൽ ജുമായും ബാത്തിലാകും. 4-മത്തേത് ഖുത്ബ. ഖുത്ബ ഷാഫി മദ്ഹബിൽ അറബി ഭാഷയിൽ തന്നെ ആവണമെന്നുണ്ട്. ഇവിടെ അറബി ഭാഷ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഖുത്ബ ഉണ്ടായാൽ മതി. ഖബ്ലഹ, പക്ഷെ അതിന് മുമ്പായിരിക്കണം. ബി ഖസ്തിഹ, ജുമാൻ്റെ ഖുത്ബയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗമായിട്ട് കാര്യമില്ലല്ലോ. ഫി വക്തിഹ, ആ ജുമാൻ്റെ സമയത്ത് തന്നെ ആയിരിക്കണം ഖുത്ബ. ലിൽ മഅ്സൂരി, അങ്ങനെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഹുദൂറു അഹദിൻ ലിസമായിഹ, അത് കേൾക്കാൻ വേണ്ടി ഒരാളെങ്കിലും ഹാജരാവുകയും വേണം. ഒറ്റയ്ക്ക് ഖുത്ബ ഓതിയാൽ പോരാ. ഖുത്ബൻ്റെ ഉദ്ദേശത്തോടു കൂടി ളുഹറിൻ്റെ സമയത്ത് തന്നെ ആയിരിക്കണം, ജുമാൻ്റെ സമയത്ത് തന്നെ ആയിരിക്കണം ഖുത്ബ ഓതേണ്ടത്. അതിൽ മൗസൂർ, ഹദീസിന് വേണ്ടി. മൗസൂർ എന്ന് പറഞ്ഞാൽ ഹദീസാണല്ലോ, അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഖുത്ബ ഓതുക എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. മൗസൂർ എന്നുള്ളതിൻ്റെ അർത്ഥം അതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും അർത്ഥമാണോ എന്ന് പരിശോധിക്കട്ടോ. അപ്പോൾ ഹുദൂർ അഹദിൽ ലിസമായിഹ, ഖുത്ബ കേൾക്കാൻ വേണ്ടി ഒരാളെങ്കിലും ഹാജരാകണം എന്നുള്ളതാണ്. ഏതൊരാൾ, മിമ്മൻ തൻ അഖിദ് ബഹുൽ ജുമാഅത്തു, ജുമാ ശരിയാവുന്ന ഒരാൾ, സ്ത്രീ, അടിമയായാലും മതി, രോഗിയായാലും മതി, യാത്രക്കാരനായാലും, ജുമാ നിസ്കരിച്ചാൽ ശരിയായാൽ മതി. ശരി, ഒരു സംഘം ആൾക്കാർ ഖുത്ബ കേൾക്കണ്ട. ഷാഫി മദ്ഹബിൽ 40 ആളുകൾ കേട്ടിരിക്കണമെന്ന് ഷർത്തുണ്ട്. വലോ വാഹിദൻ, ആ ഹാജരായ ആൾ ഒരാളാണെങ്കിലും ശരി.
ഫി സ്വഹീഹി പ്രബലമായ അഭിപ്രായത്തിൽ. അഞ്ചാമത്തത് വൽ ഇതിനുൽ ആമു, ജുമാ സഹിയാകാൻ ഷർത്ത് പൊതുസമ്മതം ഉണ്ടായിരിക്കണം. ഇല്ല, 40 പേരല്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ ജുമാ നിർബന്ധമല്ല, അവർ ദൂരസ്കരിക്കലേ പാടുള്ളൂ. നാൽപ്പതാളില്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ 40 ആളില്ലെങ്കിൽ ജുമാ നിസ്കരിക്കേണ്ട, ദൂരസ്കരിച്ചാൽ മതി. പിന്നെ അവർ നാട്ടിലുള്ള ആളായ മാത്രം പോരാ, നാട്ടിലെ താമസക്കാരൻ കൂടി ആവണം. അങ്ങനത്തെ 40 ആളുകളാവണം എന്നുള്ള ഷർത്തുണ്ട്. 40 യാത്രക്കാർ കൂടി അവർക്ക് ജുമാ നിർബന്ധമല്ല, 100 യാത്രക്കാരാണെങ്കിലും. പിന്നെ പൊതുസമ്മതം വേണം, അടച്ചിട്ട റൂമിൽ പോരാന്നർത്ഥം. അല്ല ഇതിനുൽ ആമ് എന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ്. വൽ ജമാഅത്തു, ജമാഅത്തായിട്ട് അയക്കണം, ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പറ്റൂല. വഹും സലാസത്ത് റിജാൽ, എത്ര ആളാണത്? ഒരു ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 3 ആളാണ്, ഇമാം ഒഴികെയുള്ള 3 ആളുകളാണ്. ഷാഫി മദ്ഹബിൽ 40 ആളുകളാണെന്ന് അറിഞ്ഞില്ലേ. വലൗക്കാനു അബീദനോ മുസാഫിരിനോ മറന്നോ, അവരാണെങ്കിലൊക്കെ പറ്റും, രോഗിയോടോ ഒക്കെ ആണെങ്കിലും. വശർത്തു ഇന്ദൽ ഇമാമി ബഖാഉഹുമാൽ ഇമാമി, ഈ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഷർത്ത് ബഖാഉഹും, അവർ ഇമാമിൻ്റെ കൂടെ ഉണ്ടാകണം, ആ ഇമാം ഇമാമിനോട് കൂടെ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇമാമിൻ്റെ ഷർത്ത്. ഷർത്തു ഇന്ദൽ ഇമാമി എന്ന് പറഞ്ഞാൽ ഒരാൾ ജുമാ മറ്റുള്ളവരെ കൊണ്ട് നിർവഹിക്കാൻ ഉള്ള ഷർത്ത്, ഇമാമിൻ്റെ ഷർത്ത് അവരെന്താകണം, ഇമാമിനോട് കൂടെ തന്നെ ഉണ്ടാവണം എന്നതാണ്. ഹത്താ യസ്ജുദ, ഒന്നാമത്തെ സുജൂദ് ചെയ്യുന്നവരെ അവരുണ്ടാകണം എന്നതാണ് ഇമാമിനുള്ള ഷർത്ത്. ഇമാമിൻ്റെ കൂടെ തന്നെ അവരുണ്ടാകണം ഒന്നാമത്തെ സുജൂദ് ചെയ്യുന്നത് വരെ. ഫൈൻ നഫറു ബാദു സുജൂദിഹി, അപ്പോൾ അവരെന്ത് ചെയ്തു, ഇമാമ് സുജൂദിന് ശേഷം അവർ നിസ്കാരം അസാധുവാക്കിയാൽ അത്തമ്മഹ വാഹിദു ഹുജുമത്തിന്, ഒറ്റക്കായിട്ട് പൂർത്തിയാക്കിയാൽ മതി. കാരണം ഒന്നാം സുജൂദ് കഴിഞ്ഞിട്ടാണല്ലോ അവർ പോകുന്നത്. ഫൈൻ നഫറു, അവർ പോയി, അവർ നിസ്കാരം പാസിതാക്കിയാൽ സുജൂദിന് ശേഷമാണെങ്കിൽ അത്തമ്മഹ വാദഹു ജുമാഅത്തൻ കബുല വൈൻ നഫറു. ഇനി അവർ കുറച്ച് ആൾക്കാർ പോയി, പുരുഷന്മാരായ ആൾക്കാർ പോയി, അവർ സുജൂദിന് മുമ്പ് പോയാൽ ബാത്തിലത്ത് ജുമാ നിസ്കാരം ബാത്തിലാകും, അപ്പോൾ ദൂറ് നിസ്കരിക്കണം. ഒരാ തസിഹു ഇമ്രാഅത്തിൻ ഔ സബിയിൻ മാ റജുലൈനി, 3 പുരുഷന്മാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പുരുഷന്മാരെ കൂടെ ഒരു പെണ്ണോ സ്ത്രീയോ സഹിയാവൂല. വജാസലിൽ അബദി വൽ മരീദ് വൽ മുസാഫിർ അയ്യോ ഉമ്മ ഫിഹ, അവർക്കൊക്കെ ഇമാമ് നിൽക്കട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. നിർബന്ധമില്ലെങ്കിലും ഇവർക്കൊക്കെ എന്ത് ചെയ്യുക, അടിമക്കും രോഗിക്കും മുസാഫിറിനൊക്കെ ഇമാമ് നിൽക്കുക. മിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ, കുല്ലു മൗദിൻ ലഹു മുഫ്തിൻ ഔ അമീറുൻ വ ഖാദിൻ യുനഫിദുൽ അഹ്കാമ വ യുഖീമുൽ ഹുദൂദ് വ ബലഗത്ത് അബ്നിയത്തുഹു അബ്നിയത്ത മിനൻ ഫി ലാഹിരി റിവായത്തി. ഇതാണ് പട്ടണം എന്ന് പറഞ്ഞാൽ. ഒരു മുഫ്തി ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു അമീർ ഉണ്ടാകും, ആ നാട്ടിൻ്റെ ഒരു നേതാവുണ്ടാകും അമീർ. പിന്നെ ഖാദി ഉണ്ടാകും. എന്താണ് അയാൾ ഖാദിൻ്റെ പണി? യുനഫിദുൽ അഹ്കാമ, നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നു. വയുഖീമുൽ ഹുദൂദ, ശിക്ഷകൾ നടപ്പാക്കുന്ന, വിധികളൊക്കെ നടപ്പാക്കുന്ന, ശിക്ഷ എടുക്കുന്ന ഒരു ഖാദിയും ഒക്കെ ഉണ്ടാകും. ബലഗത്ത് അഭിനിയത്തുഹു അഭിനിയത്ത മിന, അതിന് കെട്ടിടങ്ങൾ എന്ത് വേണം? മിനായിലെ കെട്ടിടങ്ങളുടെ എണ്ണെങ്കിലൊക്കെ വേണം. ഫി ലാഹിരി റിവായത്തി. ബലഗത്ത് അഭിനിയത്തുഹു, മിനായിലൊക്കെ ഉണ്ടാവില്ല കെട്ടിടങ്ങൾ, അത്ര എണ്ണം കെട്ടിടമെങ്കിലും വേണം, അപ്പോഴൊരു പട്ടണമാവുള്ളൂ. 1-2 കെട്ടിടം ഉണ്ടായിണ്ടാവില്ല. മിന പട്ടണം എന്ന് പറയാൻ പറ്റൂല. ഖാദിയൊക്കെ ഉണ്ട്, അല്ല മുസ്ലിം ആകുക എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ആൾക്കാരുണ്ടാകുക എന്നല്ലേ പറഞ്ഞത്. ഒരു പട്ടണം എന്ന് പറയണമെങ്കിൽ ഒക്കെ വേണ്ടേ, അല്ലാതെ ഒരു ഗ്രാമത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, പട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലു മൗദിൻ ലഹു മുഫ്തിൻ വ അമീറുൻ വ ഖാദിൻ യുനഫിദുൽ അഹ്കാമ വ യുഖീമുൽ ഹുദൂദ വ ബലഗത്ത് അബ്നിയത്തുഹു അബ്നിയത്ത മിന ഫി ളാഹിരി റിവായത്തി. വൈദാ കാനൽ ഖാദി വൽ അമീറു മുഫ്തിയൻ
അപ്പോൾ ഖാദിയോ അമീറൊക്കെ മുഫ്തിയും കൂടി ആണെങ്കിലോ, ഖാദി അമീർ വേറല്ലേ, എല്ലാം കൂടെ ഒരാളാണെങ്കിലോ അങ്ങനെ അതിന് താതാതി. അപ്പോൾ എണ്ണ ഉണ്ടാവേണ്ട ആവശ്യമില്ല, ഒരാൾ തന്നെ മതിയാകും. അങ്ങനെ ആവശ്യമില്ല അതിന് താതാതി, മൂന്നാളുണ്ടാവണ്ട, ഒരാളായാലും മതി, ആ കാര്യം നിർവഹിക്കുന്ന ഒരാളായാലും മതി. വസഹൽ ഇഖ്തിസാറു ഫിൽ ഖുത്ബത്തി അലാ നഹ്വി തസ്ബീഹത്തിൻ തഹ്മീദത്തിൻ മാൽ കറാഹത്തി. ഈ ഖുത്ബയിൽ എന്ത് മതിയാകും? ഖുത്ബയിൽ ചുരുക്കൽ പറ്റും. തസ്ബീഹോ ഒരു തഹ്മീദോ ഒരു അൽഹംദുലില്ലാ ഒരു തസ്ബീഹോ ഒക്കെ ചൊല്ലിയാലും മതി. മാൽ കറാ മൗസിമി, അതെ, മിനായിൽ ജുമാ ജായിസാണ്. ഫിൽ മൗസിമി ഹജ്ജിൻ്റെ വേളയിൽ ഖലീഫക്കും അമീരിൽ ഹിജാസ് അല്ലെങ്കിൽ ഹിജാസിൻ്റെ അമീറിനും അവിടെ ജുമാ നടത്താവുന്നതാണ്. ഹിജാസിൻ്റെ അമീറിനാക്കാം, അല്ലെങ്കിൽ അവിടുത്തെ മൗസിമ് ഖലീഫക്കാക്കാം. അയാളാണല്ലോ ഹജ്ജിൻ്റെ കാര്യങ്ങൾ നോക്കുക, വേറെ ആർക്കും പറ്റൂല. മിനായിൽ ജുമാ നടത്താൻ ആർക്കേ പറ്റുള്ളൂ? ഖലീഫക്കോ. ഹിജാസ് എന്ന് പറയുന്നത് ആ ഉൾക്കൊള്ളുന്ന പ്രദേശം, ആ പ്രദേശത്തിൻ്റെ അമീറിനെ പറ്റുള്ളൂ, അല്ലാതെ ഹജ്ജിൻ്റെ അമീറിനെ പറ്റൂല. വസഹൽ ഇഖ്തിസാർ ഫിൽ ഖുത്ബത്തി അലാ നഹ്വി തസ്ബീഹത്തിന്. ഖുത്ബയിൽ ഇനി കേവലം ഒരു തസ്ബീഹോ അൽഹംദുലില്ലാ മാത്രം പറഞ്ഞാലും സഹിയാകും, പക്ഷേ കറാഹത്താണ്. അവ നീട്ടി പറയണമെന്നൊന്നുമില്ല ഖുത്ബ എന്ന് പറയാൻ. ഒരു അത്തഹിയാത്തിൻ്റെ അളവായ ചുരുങ്ങിയതായി അബ്ദുഹു റസൂല് ഹംദ് സലാത്ത് മുഅ്മിനീങ്ങൾക്ക് ദുആഇരിക്കുക തസ്ബീഹല്ല, ഇതൊക്കെയാണ് സാധാരണ ഖുത്ബ എന്ന് പറഞ്ഞാൽ. സുന്നനുൽ ഖുത്ബത്തി, ഇനി ഖുത്ബൻ്റെ സുന്നത്തുകളാണ്. അത് 18 ഉണ്ട്. അത്തഹാറത്ത് ശുദ്ധി ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു പോവാണ്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. പടച്ച റബ്ബിനോടുള്ള മഹബത്തും ഖൗഫും ഖശിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.